നിയമപ്രകാരം കോവളം കൊട്ടാരത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനല്ല തങ്ങൾക്കാണെന്ന് ആർ.പി. ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള. ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും രവി പിള്ള ബഹ്റിനിൽ ഇന്ത്യ വിഷനോട് പറഞ്ഞു. 515 കോടിയിൽ പരം തുക ചിലവഴിച്ചാണ് ലീല ഗ്രൂപ്പിൽ നിന്നും താൻ കൊട്ടാരം വാങ്ങിയതെന്നും എല്ലാ രേഖകളും തന്റെ പക്കലുണ്ടെന്ന് രവി പിള്ള പറഞ്ഞു. കേരള ഗവൺമെന്റ് ഇല്ലാത്ത രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ കോവളം കൊട്ടാരം ഇത് ITDC പ്രോപ്പർട്ടിയാണ്. ITDC വേണ്ടി കേരള ഗവൺമെന്റ് വാങ്ങി HDC കൊടുത്തതാണ്. ITDC ആണ് ഗൾഫാറിന് കൊടുത്തത്. ഗൾഫാറിൽ നിന്നും ലീല നിന്നാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ വലിയ മതിപ്പുകളെടുത്ത് വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. അത് ലാഭത്തിനുണ്ട്, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുദ്ദേശിച്ച് മാത്രം അങ്ങനെയാണ്. സമയം നീണ്ടുപോകുന്നത് ഒഴിവാക്കാനാണ് അനുരഞ്ജനത്തിനായി സർക്കാരിനെ സമീപിച്ചതെന്നും കൊട്ടാരം സർക്കാരിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും രവി പിള്ള പറഞ്ഞു. ഇപ്പോൾ 100% എൻ്റെതാണ്. കഴിഞ്ഞ ഈ 10 വർഷമായിട്ട് കേസാണ്. ഇനി കേസിന് പോയാൽ അടുത്ത 10 വർഷം കൂടെ നിൽക്കും. അത് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ കേരള ഗവൺമെന്റിന് ഒരു പ്രപ്പോസൽ കൊടുത്ത് ആ പാലസ് ഗവൺമെന്റിനെ വിട്ടുകൊടുക്കാം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും മറ്റ് എതിർക്കുന്നവർ പ്രപ്പോസൽ പഠിക്കാതെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും രവി പിള്ള. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങേര് സംഗതി മനസ്സിലാക്കിയാൽ ഒരിക്കലും അങ്ങേര് അതിനെ എതിർക്കില്ല. 100% ഉറപ്പാണ്. എന്നെയോ ഇല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇത് ഒരിക്കലും എന്നെ ടാർഗറ്റ് ചെയ്യില്ല. എൻ്റെ പ്രപ്പോസൽ അവർ വായിക്കുകയാണതല്ല. വായിച്ചെങ്കിൽ ഒരിക്കലും ആരും കേരളത്തിലുള്ള ആരും എതിർക്കില്ല. എമർജിംഗ് കേരള പോലുള്ള പ്രൊജക്ടുകൾ വരണമെന്നും വിവാദങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും രവി പിള്ള കൂട്ടിച്ചേർത്തു. വിവാദമാകുന്നത് ആൾക്കാർ കാര്യം അറിയാതെ ആണ്. ഈ കാര്യം അറിയുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും വിവാദം ഉണ്ടാകില്ല. ഇത് വിവാദം ഉണ്ടാക്കുന്നതിന് മെയിൻ കാരണം നിങ്ങളാണ്, പ്രസ്സാണ്. പ്രസ് പഠിക്കുന്നില്ല, പഠിക്കാതെ വെറുതെ പറയുകയാണ്. EV രാജീവൻ, ഇന്ത്യ വിഷൻ, ബഹ്റൈൻ.